വയനാട് നിന്ന് കണ്ണൂരിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഡ്രൈവർ തിരഞ്ഞെടുത്ത വഴിയായിരുന്നു പാൽ ചുരം കടന്നു പോകാം. വെരി ഡേഞ്ചറസ് ചുരമാണിത്. നേരത്തെ താമരശ്ശേരി ചുരത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. പക്ഷേ എല്ലാവരും കടന്നു പോകാൻ പേടിക്കുന്ന ഒരു ചുരമാണ് പാൽ ചുരം. നമുക്ക് 2-3 വഴിയുണ്ട് വയനാട്ടിലെത്താൻ. കണ്ണൂർക്കാർ പൊതുവെ തിരഞ്ഞെടുക്കുന്നത് പാൽ ചുരവുമാണ്. ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ മാന്യമായ കമൻറ്റും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ പാൽ ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ കണ്ട് കണ്ണൂരേക്ക് എത്താം. അപ്പോൾ നമുക്ക് ഈ പാൽ ചുരം കടക്കുന്ന എല്ലാ ഇതും കാണാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ചില വാഹനങ്ങൾ നമ്മുടെ വണ്ടിക്കെതിരെ വരുമ്പോഴൊക്കെ വളരെ വിഷമിച്ചാണ് ഡ്രൈവർ സൈഡൊക്കെ കൊടുക്കുന്നത്. പിന്നെ ആണെങ്കിൽ വളരെ ആഴമുള്ള കൊല്ലിയൊക്കെ കാണുമ്പോൾ എനിക്ക് പേടിയുണ്ട്. ഞാൻ അവിടെ ഒന്നും നോക്കാറില്ല. വളരെ ഭയങ്കരമായ ഗർത്തങ്ങളാണ്. ഒരു നല്ല ഡ്രൈവർക്കല്ലാതെ ഈ വഴിയിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ആഴമുള്ള കൊല്ലികളാണ് ഈ പാൽ ചുരത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കാണുന്നത്. ചിലരൊക്കെ വണ്ടി നിർത്തി സൈഡിലിരുന്ന് ഇതിൻ്റെ വ്യൂ ഒക്കെ ഫോട്ടോ എടുക്കുന്നത് കാണാം. പക്ഷേ നമ്മുടെ ഡ്രൈവർ ഒരു സ്ഥലത്തും നിർത്താതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സൈഡ് സീറ്റിലിരുന്നാണ് ഈ വീഡിയോ എടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മനോഹരമാണ്. പക്ഷേ ഈ കൊല്ലിയിലേക്ക് നമ്മളൊന്ന് നോക്കിയാൽ നമുക്ക് പേടിയാവും. അത്രയും ഭയാനകമാണ്. മഴക്കാലത്താണെങ്കിൽ ഈ റോഡിലൂടെ ഈ പാൽ ചുരം കടന്ന് സാധാരണ വണ്ടികളൊന്നും പോവാറില്ല. എപ്പോഴും മലയിടിച്ചിലും ഒക്കെയാണ്. അപ്പോൾ വിശാലമായ ഈ പാൽ ചുരം നിങ്ങൾ കണ്ടുകൊണ്ട് യാത്ര ചെയ്യുക. അത്ര ഡീറ്റെയിലായി എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പാൽ ചുരം എന്താണെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. വളരെ വളരെ ആഴത്തിലാണ് ഈ മലയുടെ താഴ്വാരവും ഒക്കെ. സത്യം പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് പോകാറുണ്ട്, എങ്ങനെയാണ് ഈ പാൽ ചുരത്തിലൂടെ ഒരു വഴി കണ്ടെത്തിയത്. ഇത് വളരെ ഷോർട്ട് കട്ടാണ് കേട്ടോ. പിന്നെ ആണെങ്കിൽ ഒരു ചെറിയ വണ്ടിക്കൊക്കെ യഥേഷ്ടം പോകാം. വലിയൊരു വണ്ടിക്കൊക്കെ ഈ പാൽ ചുരത്തിലൂടെ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ആണെങ്കിൽ നല്ല ഡ്രൈവിംഗ് എക്സ്പേർട്ട് വേണം. പിന്നെ ആണെങ്കിൽ ഈ താമരശ്ശേരി ചുരം ഒരുപാട് ഹെയർ പിന്നുകളുണ്ട്, 36 ഹെയർ പിന്നുകളുണ്ട്. പക്ഷേ ഇത് ഹെയർ പിന്നുകളൊക്കെ ഉണ്ടെങ്കിലും കൂടി പിന്നെ ഓടിക്കാനൊക്കെ നിഷ്പ്രയാസം സാധിക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഈ ചുരങ്ങളൊക്കെ കുറച്ച് ദൂരെയായി കാണാം. എന്നാൽ ഇടയ്ക്ക് വളരെ സമീപത്ത് എത്തിയതുപോലെയും തോന്നും. അത് ഈ റോഡിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമുക്ക് ഈ പാൽ ചുരം ആസ്വദിച്ച് പോകാം. ചെറിയൊരു പാട്ടും കേട്ട്, ചെറിയൊരു മ്യൂസിക്കും കേട്ട്. ഓക്കെ ഫ്രണ്ട്സ്.
അപ്പോൾ ഫ്രണ്ട്സ്, പാൽച്ചുരം കടന്ന് നമ്മൾ മലയിറങ്ങി. ഇനി അടുത്ത് തന്നെ നമ്മുടെ നാട്ടിലുള്ള റോഡരികിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കും. ഇനി നമ്മൾ പോകുന്നത് കൊട്ടിയൂരിലേക്കാണ്. ഇപ്പോൾ അവിടെ ഉത്സവം നടക്കാനിരിക്കുകയാണ്. കൊട്ടിയൂരിലേക്ക് പോകുന്ന കാനനപാത അതിമനോഹരമാണ്. ഇടയ്ക്കൊക്കെ നല്ല വീടുകളും കടകളും ഒക്കെ കാണാം. ഇപ്പോൾ നമുക്ക് അക്കരെ കൊട്ടിയൂർ മാത്രമേ പോകാൻ പറ്റൂ. മറ്റേ ഭാഗമൊക്കെ ഇനി ഉത്സവത്തിന് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി കൊട്ടിയൂരിലുള്ള വിശേഷങ്ങളുമായി ഞാൻ അടുത്ത് തന്നെ വരുന്നതാണ്. എല്ലാവർക്കും ബായ്.